ഹലോ ഗൈസ്, വെൽക്കം ടു അവീസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. നമ്മൾ ഇതൊരു കോഴ്സ് ലോഞ്ച് ചെയ്യുവാണ്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾക്കും ഒരു നല്ലൊരു ട്രേഡർ ആവാം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആവാൻ പറ്റും. നല്ലൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കത് വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വിശ്വാസം ഉണ്ടെങ്കിൽ കാണുക. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കാണാം. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും തൊട്ട് അല്ലെങ്കിൽ 15 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് വരെ ഒന്ന് കണ്ടിരിക്കാവുന്നതാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മൾ അനാവശ്യമായ യൂട്യൂബ് വീഡിയോസും അല്ലെങ്കിൽ വേറെ കാര്യങ്ങളും നമ്മൾ റീൽസൊക്കെ കാണാതെ നമ്മളൊരു എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഗുണമുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഞാൻ കൂടുതൽ സൈക്കോളജി പറയുന്നില്ല. നമുക്ക് സംസാരിക്കാം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഈ 5 ടോപ്പിക്കാണ് കവർ ചെയ്യുക ഈ മോഡ്യൂളിൽ. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, പിന്നെ IPO എന്താണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കമ്പനീസ്, വൈ കമ്പനീസ് ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, എന്തുകൊണ്ടാണ് കമ്പനീസ് ലിസ്റ്റ് ആവുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. ഫോർത്ത് എന്ന് പറയുന്നത് NSE ആൻഡ് BSE എന്താണെന്ന് നമ്മൾ പഠിക്കും. ഫിഫ്ത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ആൻ എക്കണോമി എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സ്റ്റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിൽ നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അത് പബ്ലിക്ലി ലിസ്റ്റ് ആവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്ട് പ്രകാരം 1956 ആക്ട് പ്രകാരം കമ്പനി ലിസ്റ്റ് ആവുന്നു. അത് എന്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഇനിയും പൈസ വേണം. അവർ ഓൾറെഡി നല്ലപോലെ എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ അവരുടെ പൈസ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ഈ ഒരു പബ്ലിക്ലി ലിസ്റ്റ് ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അവർ ഷെയർസ് ഓഫർ ചെയ്യും നമുക്ക്. അപ്പൊ നമുക്ക് ബൈയും സെല്ലും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളത് ഈ പബ്ലിക്കലി എന്തുകൊണ്ടാണ് രജിസ്റ്റർ ആവുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി. നമുക്ക് കമ്പനിക്ക് എക്സ്പാൻഡ് ചെയ്യണം, പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പൊ അവര് നമുക്ക് ഓരോ ഷെയറും അങ്ങനെ തരും. അത് കുറച്ച് നാൾ നമ്മൾ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നമുക്കത് നല്ലൊരു പൈസ കിട്ടാനും സാധ്യതയുണ്ട്, ചിലത് ലോസ് ആവാൻ സാധ്യതയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ ഫണ്ടമെന്റൽസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബേസിക്സ് തൊട്ട് പഠിക്കാം. ഇനി IPO എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സെക്കൻഡ്ലി IPO, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇനീഷ്യൽ പബ്ലിക്കിനെ ഒരു ഷെയർസ് ഓഫർ ചെയ്യുന്നവര്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫസ്റ്റ് IPO നടത്തുമ്പം ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. പക്ഷെ അതിൽ ലിമിറ്റഡ് ആൾക്കാർക്ക് മാത്രമേ അതിൽ സീറ്റ് കിട്ടുകയുള്ളൂ. ചിലപ്പോൾ ഷെയർസ് അത്ര നല്ല കമ്പനി ആണെങ്കിൽ എല്ലാവരും ആ ഷെയറിന്റെ പുറകെ പോകും. അപ്പം അത് ലിസ്റ്റ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നതിന് മുന്നെയാണ് IPO വരുന്നത്. ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി പബ്ലിക്കിനെ ഓഫർ ചെയ്യുന്നു ഷെയർ. അത് കമ്പനി, ഇപ്പൊ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ അതിൽ അപ്ലൈ ചെയ്യുന്നു. അതിൽ ഞാൻ ഇത്രം ലോട്ട് സൈസ് ഉണ്ടാവും, അവർക്ക് ഇത്രം ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിക്കണം എന്നുണ്ടാവും. സപ്പോസ് ഇപ്പം ഒരു കമ്പനി ആണെങ്കിൽ അവർക്ക് ചിലപ്പം 1000 സ്റ്റോക്ക് നമ്മൾ വാങ്ങിക്കണം എന്നുണ്ടാവും. അങ്ങനത്തെ ക്രൈറ്റീരിയ ഉള്ള കമ്പനി ഉണ്ട്. അല്ലെങ്കിൽ 100 സ്റ്റോക്ക് വാങ്ങിക്കണം എന്നുണ്ടാവും. ചിലപ്പോൾ 1 രൂപയുടെ ഷെയർ ആണെങ്കിൽ ഇപ്പൊ 1000 രൂപ ഷെയർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത്ര രൂപയാവും. അതായത് എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ്. ഇതിൽ കൂടുതൽ പൈസ ആകാറുണ്ട്, നമുക്ക് 20-30,000 രൂപയുടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്യുമ്പോൾ. പക്ഷെ അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, നല്ലൊരു കമ്പനി ആണെങ്കിൽ ഇത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആവുന്നോ, നമുക്ക് ആദ്യം ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഇത് കിട്ടുന്നത്. അപ്പൊ എന്ന് ഇത് ലിസ്റ്റ് ആവുന്നോ, ഇപ്പം നമുക്ക് ഒരു ABC കമ്പനി എടുക്കാം. ഞാൻ XYZ നമുക്ക് കമ്പനി എടുക്കാം. ABC വിട്ടേക്കും. XYZ ഒരു കമ്പനി ഇപ്പൊ ഷെയർ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ആവുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 1 രൂപയാണ് ഇതിന്റെ ഷെയറിന്റെ പ്രൈസ്. 1000 രൂപ നമ്മൾ 1000 ഷെയർ എടുത്തു അതില്. അപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 1000 നമ്മൾ ഷെയർ കിട്ടി നമുക്ക്. ഓക്കെ, അലോട്ട് ആയെന്ന് വിചാരിക്കാം നിങ്ങൾക്ക്. ചിലപ്പോൾ അലോട്ട് ആവാറില്ല. ടോക്കൺ സിസ്റ്റം വഴിയാണ് അവർ നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ആ ടോക്കൺ സിസ്റ്റത്തിൽ നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ നമുക്ക് ആ ഷെയർ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് 2-3 ദിവസം വർക്കിംഗ് ഡേയ്സിന്റെ അനുസരിച്ച് നമുക്ക് തിരിച്ചാ നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ കയറും. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആയി. ഈ XYZ കമ്പനി ഇന്ന് ലിസ്റ്റ് ആവുകയാണ് ഈ ഡേറ്റിൽ. ഇപ്പൊ വിചാരിക്കുക 12 ലിസ്റ്റ് ആവുകയാണ്. 12-10-24 ലിസ്റ്റ് ആവുന്നു. അപ്പൊ എന്താവും, ഈ സ്റ്റോക്ക് ലിസ്റ്റ് ആവുമ്പോൾ ചിലപ്പം അന്ന് ഇതിന്റെ നല്ല ഫണ്ടമെന്റൽസ് ആണെങ്കിൽ, ഈ കമ്പനി നല്ലപോലെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്, കുറെ ഫണ്ടമെന്റൽസ് നമുക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ PE റേഷ്യോയും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. അപ്പൊ അത് നമുക്കിപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആലോചിച്ചപ്പോൾ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ആയി അന്ന് തന്നെ ഈ ഷെയർ ചിലപ്പോൾ 20 രൂപ വരെ പോയി. ഈ 1 രൂപയുടെ ഷെയർ ചിലപ്പോൾ 20 രൂപയിൽ പോയിട്ടുണ്ടാവും. അപ്പൊ 1000 രൂപയ്ക്ക് നമുക്ക് എത്രയായി, 20 × 1000. അപ്പൊ 20,000. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ ഇത്രയും പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. IPOസിലൊക്കെ ചിലവർ നല്ല IPOs മാത്രം ചെയ്ത് ചിലവർ ഉണ്ടാക്കാറുണ്ട്. ചിലവർ IPOs എടുക്കാറില്ല. ഷെയർ ലോഞ്ച് ആവുമ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കാറുള്ളൂ. അപ്പൊ നമുക്കിത് വിൽക്കാം.
നമുക്കിത് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സെല്ലർ ഉണ്ടെങ്കിൽ നമുക്കത് പ്രോഫിറ്റിൽ കിട്ടും. പക്ഷെ ഇതിന്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നല്ല കമ്പനി അല്ല. ഇപ്പൊ നമ്മൾ 1 രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങിച്ചു, ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്, 1 രൂപയ്ക്കല്ല, അതിൽ കൂടുതൽ വിലക്കൊക്കെയാണ് ഇറക്കുന്നത് കമ്പനി, ഇപ്പൊ 100 രൂപയ്ക്കൊക്കെ ആവും. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം 1 രൂപയുടെ സ്റ്റോക്ക് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പം ഈ ഒരു 12/10 24 ഈ ഷെയർ ചിലപ്പോൾ 0.5 ആയിരിക്കും താഴത്തേക്ക് പോയി. അപ്പൊ നമുക്ക് അതിൽ ലോസ് ഉണ്ടാവത്തില്ല അല്ലെ? ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടത്തില്ല, 500 രൂപ നമ്മുടെ പോയി. ഇവിടെ ഈ 1000 നിന്ന് 500 രൂപയായി. അപ്പൊ നമ്മൾ ബൾക്ക് എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവുകയാണെങ്കിൽ പകുതി വരെ റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ലോസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് സിംപ്ലി IPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമുക്ക് മൂന്നാമത് സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കമ്പനീസ് ലിസ്റ്റ് ആവുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഓൾറെഡി ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ലിസ്റ്റ് ആവുന്നത് അവരുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഇപ്പം ചില കമ്പനികൾക്ക് ലോണും ഉണ്ടാവാറുണ്ട്, അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടും ആവാൻ ലിസ്റ്റഡ് ആവുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അവരുടെ ബാലൻസ് ഷീറ്റും അതുപോലത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നമ്മൾ നല്ലപോലെ നോക്കിയിട്ട് മാത്രമേ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ബേസിക്സ് പറഞ്ഞു തരുവാണ്. നമ്മൾ മുന്നോട്ട് അതെല്ലാം സംസാരിക്കും ഇത് കഴിഞ്ഞിട്ടുള്ള മോഡ്യൂൾസിൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സ്റ്റോക്സ് ലിസ്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് അവരുടെ കമ്പനി, ഇപ്പം അവർ കമ്പനി എക്സ്പാൻഡ് ചെയ്താൽ മാത്രമല്ലേ സ്റ്റോക്ക് ലിസ്റ്റ് ആവുന്ന. ഈ കമ്പനി എക്സ്പാൻഡ് ചെയ്താൽ മാത്രമല്ല നിങ്ങൾക്കും പൈസ തരാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുള്ളൂ എടുത്തിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ആ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പോയി ഇത്രയും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ ഇൻവെസ്റ്റേഴ്സിന്റെ ഇതിൽ വലിയൊരു റോൾ ഉണ്ട്. ഇതിൽ പ്രൊമോട്ടർ ഹോൾഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പോലെ ഫൈനാൻസേഴ്സ് ഉണ്ട്. ഇപ്പം ഇതിനെ ഫൈനാൻസ് ചെയ്യുന്ന കമ്പനികളുണ്ടാവും. ചിലപ്പം ഇവരിത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് ഒരു നല്ലൊരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ തപ്പിയിട്ട്, ചിലപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനിയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ തപ്പിയിട്ട് അവർ ഫണ്ട് ജനറേറ്റ് ചെയ്യും. വലിയ കമ്പനി ആണെങ്കിൽ പോലും ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അതിൽ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. നമ്മളെപ്പോഴത്തെ ചെറിയ ആൾക്കാരല്ല, ചെറിയ സ്റ്റോക്സ് ബൈ ചെയ്യുന്ന ആൾക്കാരല്ല, വലിയ ബിഗ് ജൈൻസ് ആയിരിക്കും അവർ. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റോക്ക് അങ്ങോട്ട് അവരെടുത്തിടും. അപ്പോൾ എന്താ വെച്ചാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, ഇതിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരെന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റോക്ക് എടുത്തിട്ടുണ്ടാവും ഇത്രയും സ്റ്റോക്കുകൾ. എന്ന് വെച്ചാൽ ഒരു കമ്പനി ചിലപ്പം ലിസ്റ്റ് ആകുമ്പോൾ തന്നെ സ്റ്റോക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം സ്റ്റോക്കും 2 ലക്ഷം സ്റ്റോക്കും അതിന് മേളിൽ സ്റ്റോക്കുകളാണ് ചിലപ്പോൾ കൊടുക്കുന്നത് പബ്ലിക്ലി അല്ലെ? അപ്പോൾ പബ്ലിക്കിന് മുന്നേ തന്നെ ഇവർ അപ്രോച്ച് ചെയ്യുന്ന ആരെയാണ്? ഈ ഇൻവെസ്റ്റേഴ്സിനെയും ഇവരെയൊക്കെ അപ്രോച്ച് ചെയ്യും. അവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും, നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇപ്പം എവിടെയെങ്കിലും ഒരു ഏരിയയിൽ കൂടി ഇവർക്ക് തുറക്കണം, ഇവിടെ തുറക്കണം. അപ്പോൾ അവർ ഫുൾ അത് പ്ലാനിങ് ചെയ്യും. ആ കമ്പനി പ്ലാനിങ് ചെയ്തിട്ട് മാത്രമാണ് ഈ ഒരു ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അവർക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ആ ഫണ്ട് അവർ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കും. ചിലർ ലോൺ വീട്ടാൻ ഉപയോഗിക്കുമെന്ന് വെച്ചാൽ ലോൺ എന്ന് പറയുന്ന ഒരു ബാധ്യതയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വരും. അപ്പോൾ നമുക്കത് നഷ്ടമാണ് സത്യം പറഞ്ഞ. കമ്പനിയെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൊടുക്കണ്ടേ? ഇപ്പം നമുക്കാകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റോ കാര്യങ്ങളൊന്നും തരണ്ട. പക്ഷേ ഇവർ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അത് നമ്മൾ മുന്നോട്ട് സംസാരിക്കും അതിനെപ്പറ്റി. ഇപ്പോൾ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഈ സ്റ്റോക്ക് ലിസ്റ്റഡ് ആവുന്ന എക്സ്ചേഞ്ചിൽ. ഇതുകൊണ്ടാണ് ലിസ്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് സംസാരിക്കാം NSEയും BSEയും എന്താണെന്നുള്ളത്. NSE എന്ന് പറയുന്നത് ഒന്നുമല്ല, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഫസ്റ്റ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇതിൽ എത്ര തരം കമ്പനികൾ ലിസ്റ്റ് ആവുമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ BSEയും NSEയും. ഈ BSE എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഞാൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എലോബറേറ്റ് ആയിട്ട് ഞാൻ എപ്പോഴാണ് തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഒരു ഐഡിയ വെക്കാൻ മാത്രമാണ് ഞാൻ ഈ ബേസിക് കോഴ്സ് എടുക്കുന്നത്. വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനും കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഈ സ്റ്റോക്ക് ഈ എക്സ്ചേഞ്ച് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട്. ഈ സെക്കൻഡ് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൾഡ് എക്സ്ചേഞ്ച് ആണ്, പണ്ട് തൊട്ടുള്ളതാണ്. 1990s ആ സിനേക്കാളും മേലുള്ള സമയങ്ങളിൽ തൊട്ടുള്ളതാണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പക്ഷേ കൂടുതലും കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ NSEയിൽ നമുക്ക് നല്ല കമ്പനികൾ മാത്രമേ ലിസ്റ്റ് ആവുള്ളൂ. നിഫ്റ്റി 50 എന്നൊക്കെ പറയുന്ന കമ്പനികൾ മാത്രമേ 50 കമ്പനീസും അതുപോലത്തെ നല്ല ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകളായ കമ്പനികൾ മാത്രമേ ലിസ്റ്റ് ആവുള്ളൂ. എന്ന് വെച്ചാൽ ടോട്ടൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് മൊത്തം കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5000 മേളിൽ ലിസ്റ്റഡ് കമ്പനീസ് ഉണ്ടാവും. എക്സാക്ട് ഞാനിപ്പോൾ പറയാൻ നോക്കുന്നില്ല, ഞാനൊരു ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു വ്യൂ പോയിന്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞാൽ 5000 മേളിൽ കമ്പനീസ് ഉണ്ടാവും. അതിൽ ചില കമ്പനീസ് പോവുകയും ചെയ്യും പൂട്ടി, ചില കമ്പനീസ് വരികയും ചെയ്യും. പക്ഷേ ലിസ്റ്റഡ് ആവും. പിന്നെ ഇതിൽ നമുക്ക് മെയിൻ ഒരു റോള് വരുന്നതെന്ന് വെച്ചാൽ സെബി എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയുടെ റോള് വരുന്നുണ്ട്. സെബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാങ്ക്സിന് RBI പോലെയാണ് സെബി എന്ന് പറയുന്നത്. സെബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് നമ്മളെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്ത് ഫ്രോഡ് നടന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
അവർ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഫോമാണ് ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ തന്നെ ഇപ്പൊ ഈ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, ഈ 5000 മേളിൽ കമ്പനീസ് ആണ് ലിസ്റ്റ് ആവുന്നത്. അതായത് ഞാൻ പറഞ്ഞ പോലെ നല്ല കമ്പനീസ് ആണെങ്കിൽ നിലനിൽക്കും, പിന്നീട് കമ്പനീസ് നല്ലതല്ല, നമ്മൾ ഫണ്ടമെന്റലി നല്ല സ്റ്റോക്സ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ അപ്പൊ നമുക്ക് എപ്പോഴും നോക്കേണ്ടിയിരിക്കുന്നു ഡെറ്റ് ഉള്ള കമ്പനികളാണോ അല്ലയോ എന്നുള്ളതൊക്കെ, അതൊക്കെ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ. അപ്പൊ മുന്നോട്ട് നമുക്കത് മനസ്സിലാക്കാം. അതല്ലാതെ തന്നെ ഇനി നമുക്ക് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ NSEയും BSE എന്താണെന്നുള്ളത്. ഈ BSE കുറിച്ച് ഞാൻ കുറച്ചും കൂടി പറയാൻ വേണമെങ്കിൽ, BSE എന്ന് പറയുന്നത് നമ്മൾ ഒന്നുമല്ല, സെൻസെക്സ് എന്ന് പറയുന്ന ഒരു ഇതാണ് BSEയിൽ വരുന്നത്. BSE സെൻസെക്സിലാണ് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ, സെൻസെക്സ് താന്നു പോയി, നിഫ്റ്റി മേളിലേക്ക് കയറി. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ നിഫ്റ്റിയാണ് ഇതിൽ വരുന്നത്. മെയിൻ പ്ലെയർ നിഫ്റ്റിയാണ്. നിഫ്റ്റി ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, അങ്ങനത്തെ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും എന്താണെന്നുള്ളത്. ഇതിൽ നമുക്ക് ഏതിൽ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഇത് രണ്ടിലും ചിലപ്പോൾ കമ്പനികൾ രജിസ്റ്റർ ഈ സെയിം കമ്പനികൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത്, ഞാൻ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ മുന്നോട്ട് പറയും നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അതിലെന്ന് വെച്ചാൽ ഇപ്പം ഈ NSE എന്ന് പറഞ്ഞിട്ടുണ്ടാവും, BSE എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏത് സ്റ്റോക്ക് ആണെങ്കിലും ഇപ്പൊ നമുക്കൊരു സപ്പോസ് ഒരു സ്റ്റോക്ക് എടുക്കാം. ഞാനൊരു വിപ്രോയുടെ സ്റ്റോക്ക് എടുക്കാം. ഇപ്പൊ വിപ്രോയിൽ തന്നെ എന്താ, വിപ്രോയിൽ ഈ രണ്ട് സാധനങ്ങളും ഉണ്ടാവും. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ NSE എടുത്തിട്ട് BSEയിൽ സെല് ചെയ്യാം, BSEയിൽ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ. പക്ഷെ അത് T+1 ടുഡേ +1 കഴിഞ്ഞിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ബേസിക്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, മുന്നോട്ട് നമുക്ക് എല്ലാം നല്ലപോലെ മനസ്സിലാക്കാം. ഓക്കെ, വിപ്രോ. അപ്പൊ ഈ വിപ്രോ എന്ന് പറയുന്ന ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSEയിലും BSEയിലും ഉള്ള. NSE എടുക്കാം, നമുക്ക് വേണമെങ്കിൽ BSEയിലും എടുക്കാം. ചിലപ്പോൾ NSEയിൽ ചിലപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്, വിപ്രോന്റെ ഷെയർ 580 സംതിങ് ഒക്കെയാണ്. അപ്പോൾ ഒരു 580 എന്ന് കൂട്ടിക്കും. ഇവിടെ ചിലപ്പോൾ 581 ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ 581 ആവാം, ഇവിടെ 580 ആവാം. അത് ചിലപ്പം ഡിഫർ ആവാം രണ്ടും തമ്മിലുള്ളത്. രണ്ടിലും ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും, നല്ല കമ്പനികളാണെങ്കിൽ. അപ്പൊ എപ്പോഴും നമ്മൾ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടോ എന്ന് കൂടി നോക്കണം. അല്ലാതെ നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ പോയി നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ എന്താണ് NSEയും BSEയും എന്നുള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. എന്താണ് ഇമ്പോർട്ടൻസ് സ്റ്റോക്ക് മാർക്കറ്റ് എക്കണോമിയിൽ? ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്കണോമി മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിലാണ് വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്തുകൊണ്ടാണ്, എക്കണോമിയിൽ എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കൊറോണ പോലത്തെ ന്യൂസ് വന്നു കുറച്ചാൾ മുന്നേ അല്ലെ, 2020 നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2020 or 19 സംതിങ് ആ റേഞ്ചിലാണ്. അപ്പൊ 2020 എന്ന് വിചാരിക്കാം. അപ്പൊ ഈ കൊറോണ വന്നപ്പോ എന്താ സംഭവിച്ചാൽ എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും സ്റ്റോക്സ് എല്ലാം നല്ല കുത്തനെ താന്നു പോയി അല്ലെ. അപ്പം ഈ എക്കണോമി താഴുമ്പോൾ എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റും താഴും നല്ല പോലെ. എന്നുവെച്ചാൽ എക്കണോമിക്ക് ആ ഒരു മണി ഇല്ല ജനറേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മാർക്കറ്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആണ്, ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ അതും താഴത്തേക്ക് പോകും. അപ്പൊ ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ, ഈ ടാറ്റ എന്നൊക്കെ പറയുന്ന സ്റ്റോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടാറ്റ പവർ തന്നെ എടുത്തോ, ടാറ്റ മോട്ടോഴ്സ് എടുക്കാം നമുക്ക്. ടാറ്റ മോട്ടോഴ്സ് എന്നൊക്കെ പറയുന്ന സ്റ്റോക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ടാറ്റ മോട്ടോഴ്സ് ഈ 800 സംതിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ 500 സംതിങ്ങിൽ നിന്ന് 80 റുപ്പീസിലേക്ക് അല്ലെങ്കിൽ 50 റുപ്പീസിലേക്ക് വരെ വന്നായിരുന്നു. ഈ ടാറ്റ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 50 to 80 റുപ്പീസ് വരെ വന്നായിരുന്നു. അന്ന് ഈ കൊറോണ സമയത്ത് ഈ 5 lakhs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തവർ ഇന്ന് ചിലപ്പോൾ ഒരു 25-30 ലക്ഷം രൂപയൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് സ്റ്റോക്കിന്റെ വില എന്ന് പറഞ്ഞാൽ 800-ന് മേളിലാണ്, 1000 വരെയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ട് കമ്പനി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ്, ഈ 2000 to 2024 വരെയുള്ള ഇതിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഈ 4 വർഷം കൊണ്ടാണ് അവർക്ക് ഡബിൾ ട്രിപ്പിൾ മണി ആയത്. പക്ഷെ നല്ല സ്റ്റോക്കിൽ കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കടബാധ്യതയൊക്കെയുള്ള സ്റ്റോക്കിലൊക്കെ നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ബൂം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളത് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ലോഞ്ച് ചെയ്ത് നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും നല്ലപോലെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എക്കണോമിയുടെ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റ് ബൂം ആയാൽ മാത്രമേ എക്കണോമിയും ബൂമാവുള്ളൂ. അതുപോലെ തന്നെ വൈസ് വേഴ്സയാണ്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ എക്കണോമി ബൂം ആവുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ ഓരോ രാഷ്ട്രീയ ഇടപാടുകളും അല്ലെങ്കിൽ കാര്യങ്ങളും നമ്മുടെ എക്കണോമി മൂവ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ എക്കണോമി എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാം ഡെവലപ്പിംഗ് എക്കണോമിയാണ്. അപ്പം ഡെവലപ്പിംഗ് എക്കണോമിയിൽ നല്ല സ്കോപ്പുള്ള മാർക്കറ്റാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്. ഇന്ത്യൻ മാർക്കറ്റിൽ നല്ലപോലെ കച്ചവടം ചെയ്ത് നല്ലപോലെ വിജയിക്കാൻ പറ്റും. അത് എല്ലാവർക്കും പറ്റത്തില്ല, ചിലവർക്കേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കമ്പനികളൊക്കെ സ്റ്റോക്സ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ നമ്മളൊരു ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഓണർഷിപ്പായി, നമുക്കത് ഓണറായി. നമുക്ക് അവരിപ്പം വോട്ടിംഗ് റൈറ്റ്സ് വരെ തരും. നമുക്ക് ഈ മെയിലിലേക്ക് എല്ലാ കാര്യങ്ങളും വരും. ഞാൻ ഇതവിടെ പറയേണ്ടതായിരുന്നു, പക്ഷെ നിങ്ങൾ ഇത് ഇടയ്ക്ക് വെച്ച് പറയാം. നമുക്ക് ഈ വോട്ടിംഗ് റൈറ്റ്സ് തരും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും.
വോട്ടിംഗ് റൈറ്റ്സ് നമുക്ക് ഈ കമ്പനി മെയിൽ ചെയ്ത് തരും. നമ്മളൊരു ഇൻവെസ്റ്റർ ആണ്, ഇക്വിറ്റിയിൽ നമ്മൾ ഡെലിവറിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഷെയർ മാർക്കറ്റ് ഇപ്പോൾ ഞാൻ 10 ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവർ തരും എന്താണെന്നുള്ള ഡിവിഡൻഡ് എന്നാണ് തരുന്നതെന്ന് വരെ അവർ നമുക്ക് ഡേറ്റ് പറയും, ഡിവിഡൻഡ് നമ്മൾ എലിജിബിൾ ആണെന്നുള്ളത് അത് പറയും, പ്രോഫിറ്റ്സ് കമ്പനിയുടെ പ്രോഫിറ്റ്. അപ്പോൾ അതെല്ലാം പറയുന്നൊരു ഇതാണ്. ഓക്കെ, ജനറൽ മീറ്റിംഗിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും ഓൺലൈനിൽ, അവരുടെ ജനറൽ മീറ്റിംഗിൽ, ബോർഡ് ഓഫ് ജനറൽ മീറ്റിംഗിൽ, ബിക്കോസ് നമ്മളൊരു ഓണറാണ് അവരുടെ, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ല രീതിയിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇനിയും കുറച്ചും കൂടി മോഡൽ 2 ഒക്കെ വരുമ്പോൾ 3 വരുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെന്നുള്ളൂ. അപ്പോൾ കമ്പനീസ് എക്സ്പാൻഡ് ആവും തോറും എന്താ സംഭവിക്കുക? എക്കണോമിയും എക്സ്പാൻഡ് ആവും. എക്കണോമിക്ക് അതുപോലെ ഇപ്പൊ എല്ലായിടത്തും സെയിൽസും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ എല്ലാ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി മൂവ് ആവുള്ളൂ. ഇപ്പൊ ഫാർമ സെക്ടറിൽ ഇപ്പൊ ഈ കൊറോണ സമയത്തൊക്കെ ഫാർമ സെക്ടറാണ് തിളങ്ങി നിന്നത്. എന്തുകൊണ്ടാണ്? കൊറോണയിൽ ഭയങ്കരമായിട്ട് മെഡിസിൻസ് കുറെ സെല്ലായി, മാസ്ക് കുറെ സെല്ലായി. ഇതെല്ലാം ഫാർമസ്യൂട്ടിക്കൽസ് ഐറ്റംസ് ആണ്. അന്ന് ഭയങ്കരമായിട്ട് മേളിൽ കയറിയ ഒരു സംഭവമാണ് ഈ ഫാർമസ്യൂട്ടിക്കൽസ്. വയറെല്ലാം താന്നു പോയായിരുന്നു. പക്ഷെ ആ സമയത്ത് താന്നു പോകുന്ന സ്റ്റോക്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അന്ന് എടുത്തവരൊക്കെ നല്ലപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇതുവഴി നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഈ എക്സ്പാൻഡ് എക്കണോമിയിൽ എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ട്. ഷോർട്സിൽ നിങ്ങൾ പോയി കാണുക, സിമ്പിൾ ഷോർട്സ്. നിങ്ങൾക്ക് ഇത്രയും ടൈം ഇല്ല ഇത്ര നോക്കാനുണ്ടെങ്കിൽ ഷോർട്സും കാണാം, ഈ വീഡിയോയും കാണുക, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ എന്ത് കാര്യങ്ങളുണ്ടോ അത് ചോദിക്കാൻ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.